Section 5.2 Diagonalization. If A and B are square matrices, then A and B are similar. If there exists an invertible matrix P, അത് പി ഇൻവേർട്ടർ ആണ്, പി ഇൻവേഴ്സ് പറഞ്ഞ മാട്രിക്സ് ഉണ്ടാവും. അപ്പോൾ ആ ബിയിനെ പി ഇൻവേഴ്സ് എ പി എന്ന് എഴുതാൻ പറ്റണം. അപ്പോൾ എയും ബിയും സിമിലറാണ്. തിരിച്ച് ബിയിനെ എഴുതാമല്ലോ. ബിയിനെ പി ഇൻവേഴ്സ് എ പി എന്ന് എഴുതുമ്പോൾ എനെ എങ്ങനെ എഴുതാം? പി ബി പി ഇൻവേഴ്സ് എഴുതാം. അപ്പോൾ അതും അങ്ങോട്ടും ഇങ്ങോട്ടും സിമിലറാണ്, ഒരേ ഡെഫിനിഷൻ. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് ഡയഗണലൈസിബിൾ ആവണമെങ്കിൽ അതിനെ സിമിലർ ടു സം ഡയഗണൽ മെട്രിക്സ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു മെട്രിക്സിനോട് എന്താക്കണം? സിമിലർ ആക്കാൻ പറ്റണം. ഡയഗണൽ മെട്രിക്സിനോട്. ഡയഗണൽ എൻട്രി മാത്രമല്ല, ബാക്കിയെല്ലാം സീറോ വരുന്നത്. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് പി കണ്ടുപിടിക്കണം. അപ്പോൾ ആ പിയും അതിൻ്റെ ഇൻവേഴ്സും തമ്മിൽ അപ്പുറത്തപ്പുറത്ത് മൾട്ടിപ്ലൈ, പി ഇൻവേഴ്സ് എ പി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡയഗണൽ മെട്രിക്സ് കിട്ടണം. അപ്പോഴാണ് എ ഡയഗണലൈസിബിൾ എന്ന് പറയുക. അപ്പോൾ ആ പിനെ ഒരു മെട്രിക്സ് ആണ്, അത് ഡയഗണലൈസ് ചെയ്യുന്ന മെട്രിക്സ് ആണെന്ന് പറയും. എനെ ഡയഗണലൈസ് ചെയ്യുന്ന മെട്രിക്സ് ആണെന്ന് പറയും. ഇപ്പം നമുക്ക് പിന്നെ ബേസിസ് കാണാൻ പറ്റും. ഈച്ച് ഐഗൺ സ്പേസ് ഓഫ് എ. അത് നേരത്തെ കണ്ടതാണ് പ്രോബ്ലംസ്. ആദ്യം നമ്മൾ ഐഗൺ വാല്യൂ കാണും. ഐഗൺ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലാംഡ ഐ മൈനസ് എ എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതിയിട്ട് അതിൽ നിന്ന് നമ്മൾ സൊല്യൂഷൻ എഴുതിയിട്ട് അതിൽ നിന്ന് ബേസിസ് കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ ബേസിസ് അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ ടോട്ടൽ നമുക്ക് അങ്ങനെ എല്ലാ ഐഗൺ വാല്യൂസിനും ടോട്ടൽ എൻ സച്ച് വെക്റ്റേഴ്സ് അല്ലെങ്കിൽ ബേസിസ് വെക്റ്റേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എ എന്താണ്? ഡയഗണലൈസിബിൾ ആണ്. അതല്ല അതിൽ കുറവാണ് കിട്ടുന്നെങ്കിൽ അത് ഡയഗണലൈസിബിൾ അല്ല എന്ന് പറയാൻ പറ്റും. ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഡയഗണലൈസിബിൾ ആണെങ്കിൽ നമ്മൾ ആ പറയുന്ന എൻ വെക്റ്റേഴ്സ് കിട്ടുമല്ലോ. ഇത് എൻ സച്ച് വെക്റ്റേഴ്സ് കിട്ടുമല്ലോ, ഐഗൺ വെക്റ്റേഴ്സ് കിട്ടുമല്ലോ, അല്ലെങ്കിൽ ബേസിസ് എലമെൻറ്റ്സ് കിട്ടുമല്ലോ. അത് കോളംസ് ആക്കിയിട്ട് ഒരു പി എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ടാക്കിയാൽ ആ മെട്രിക്സ് ആയിരിക്കും നമുക്ക് ആവശ്യമുള്ള മെട്രിക്സ്, എനെ ഡയഗണലൈസ് ചെയ്യുന്ന മെട്രിക്സ്. ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഇൻറ്റു പി ഇൻവേഴ്സ് ഇൻറ്റു എ പി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡയഗണൽ മെട്രിക്സ് കിട്ടും. അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്തായിരിക്കും? ഐഗൺ വാല്യൂസും ആയിരിക്കും, വിത്ത് കറസ്പോണ്ടിങ് കോളംസ്. അതിന് കറസ്പോണ്ടിങ് കോളംസ് എടുത്താൽ ഐഗൺ വെക്റ്റേഴ്സും ആയിരിക്കും. അപ്പോൾ ഐഗൺ വാല്യൂസ് ലാംഡ 1 എടുത്തു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് കോളത്തിലുണ്ടാവും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എയിലുള്ള ഫസ്റ്റ് കോളം ഇല്ലേ, അതായിരിക്കും എന്ത്? അതിൻ്റെ ഐഗൺ വെക്റ്റർ. ഓക്കെ. അതുപോലെ ലാംഡ 2 സെക്കൻഡ് കോളത്തിലാണ്. അപ്പോൾ അതിന് കണക്കാക്കി എയിൻ്റെ സെക്കൻഡ് കോളം ഉണ്ടാവില്ലേ, അതായിരിക്കും അതിൻ്റെ എന്ത്? കറസ്പോണ്ടിങ് ഐഗൺ വെക്റ്റർ. ഇതിങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കുലർ മെട്രിക്സിന് ഡിസ്റ്റിങ്ക്റ്റ് മെയിൻ ഡയഗണൽ എൻട്രീസ് ഉണ്ടെങ്കിൽ ഡയഗണലൈസിബിൾ ആയിരിക്കും. കാരണം ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ ഡയഗണൽ എൻട്രീസ് എന്താണ് നമുക്കറിയാം, അത് അതിൻ്റെ ഐഗൺ വാല്യൂസാണ്. അപ്പോൾ പ്രത്യേകിച്ച് കാൽക്കുലേഷൻ വേണ്ട. ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഐഗൺ വാല്യൂസ് കാണണ്ട, കാരണം അതിൻ്റെ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് ആണ് ഐഗൺ വാല്യൂസ്. അതൊക്കെ വ്യത്യസ്തങ്ങളാണെങ്കിൽ ആ മെട്രിക്സ്, ആ ട്രയാങ്കുലർ മെട്രിക്സ് ഡയഗണലൈസിബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഒരു റിസൾട്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു മെട്രിക്സ് ഉണ്ട്. അതിൻ്റെ ഡയഗണൽ എൻട്രീസ് -1 3 5 -2 ആണ്. അതിൻ്റെ മുകൾ ഭാഗമേ ഉള്ളൂ, താഴെയൊക്കെ സൂറാണ്. ആ ഡയഗണലിൻ്റെ താഴെ ഭാഗം സൂറാണ്. അപ്പോൾ മുകൾ ഭാഗം മാത്രമല്ല അപ്പർ ട്രയാങ്കുലറാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് വ്യത്യസ്തങ്ങളാണ്, ഈക്വൽ അല്ല, ഒന്നും ഈക്വൽ അല്ല, എല്ലാം വ്യത്യസ്തമാണ്. -1 3 5 -2. അതുകൊണ്ട് അത് ഡയഗണലൈസിബിൾ ആണ്. അപ്പോൾ ഡയഗണലൈസ് ചെയ്തിട്ട് ഒരു ഡയഗണൽ മെട്രിക്സിലേക്ക് മാറ്റാൻ പറ്റും. ആ ഡയഗണൽ മെട്രിക്സാണ് ഇവിടെ കാണിച്ചത്, -1 3 5 -2. അത് ഡയഗണൽ എൻട്രീസ് വരുന്ന ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും കിട്ടുക. അത് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇനിയിപ്പോൾ ഒരു മെട്രിക്സ് കണ്ടുപിടിക്കണം. അത് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, 0 0 -2 1 2 1 1 0 3. അതിനെ ഡയഗണലൈസ് ചെയ്യുന്ന ഒരു മെട്രിക്സ് പി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്തായാലും ലാംഡ ഐ മൈനസ് എ കാണുക, എന്നിട്ട് ഡിറ്റർമിനൻ്റ് കാണുക. അപ്പോൾ നമുക്ക് ഐഗൺ വാല്യൂസ് കിട്ടി. ലാംഡ 1 1 2 വ്യത്യസ്തങ്ങളായ 2 ഐഗൺ വാല്യൂസ് കിട്ടി. അത് ലാംഡ 1 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നേരത്തെ പോലെ ഒരു ബേസിസ് കിട്ടി, P1 എടുക്കുക. അത് -2 1 1 എന്ന് പറയുന്നൊരു ഐഗൺ വെക്റ്റർ കിട്ടി. അതുപോലെ ലാംഡ 2 ആണെങ്കിൽ ഇതേപോലെ തന്നെ പ്രൊസീഡ് ചെയ്താൽ നമുക്ക് രണ്ടെണ്ണം കിട്ടും. ഒരു P2 0 1 0 0 1 0, ഒരു P3 -1. ഇത് ഇങ്ങനെ 3 ഐഗൺ വെക്റ്റേഴ്സ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് ഇതിൻ്റെ ഓർഡർ 3 ആണല്ലോ. അപ്പോൾ 3 എണ്ണം കിട്ടിയതുകൊണ്ട് കറക്റ്റ് അത് ഡയഗണലൈസിബിൾ ആണ്. അപ്പോൾ ഡയഗണലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെട്രിക്സിനെ കാണുക, ഈ പറയുന്ന P1 P2 P3 കോളായിട്ട് എഴുതിയാൽ മതി. ഓക്കെ. ഡയഗണലൈസിബിൾ അല്ലാന്ന് കാണുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ഇതും ഇങ്ങനെ തന്നെ ചെയ്തു നോക്കിയാൽ നമുക്ക് ഈ പറഞ്ഞ ലാംഡയുടെ വാല്യൂ കിട്ടും. പക്ഷേ ഈ ലാംഡ 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐഗൺ വെക്റ്റർ
-1 18 1 കിട്ടി, P1 കിട്ടി. അതുപോലെ ലാംഡ ഈക്വൽ ടു 2 കൊടുത്താൽ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഐഗൺ വെക്ടർ 0 0 1 കിട്ടും. രണ്ടെണ്ണേ കിട്ടിയുള്ളൂ. ഈ എല്ലാ ലാംഡ ഉപയോഗിച്ചിട്ട് രണ്ടെണ്ണേ കിട്ടിയുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ കിട്ടിയില്ല, P3 ഇല്ല. ഇത് 3/3 മെട്രിക്സ് അല്ലേ തന്നെ, P3 കിട്ടാത്തതുകൊണ്ട് നമുക്ക് P കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ A ഈസ് നോട്ട് ഡയഗണലൈസബിൾ. ഇനി വേറൊരു ആപ്ലിക്കേഷനാണ് ഫൈൻഡ് A raised to 13. A 0 ആണെങ്കിൽ A 0 0 -2 1 2 1 103 ആണ്. അപ്പോൾ നേരത്തെ പ്രോബ്ലം പ്രകാരം നമുക്ക് ലാംഡ 1 2 എന്ന് കിട്ടും, പിയും കിട്ടി. P ഇൻവേഴ്സ് AP കണ്ടാൽ ഒരു ഡയഗണൽ മെട്രിക്സ് കിട്ടണം. അതിൻ്റെ ഡയഗണൽ എൻട്രീസ് 1 2 2 ആയിരിക്കും അല്ലേ. അപ്പോൾ P ഇൻവേഴ്സ് AP ചെയ്തപ്പോൾ നമുക്ക് കിട്ടി, അങ്ങനെ ഒന്ന് കിട്ടി. പക്ഷേ P ഇൻവേഴ്സ് A raised to 13 P ചെയ്താൽ അപ്പോൾ D raised to 13 കിട്ടും, D raised to 13. അപ്പോൾ A raised to 13 എന്ന് പറഞ്ഞാൽ P ഇൻറ്റു D raised to 13 P ഇൻവേഴ്സ് ആണ്. അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഇവിടെ കിട്ടും. D raised to 13 കാണാൻ എളുപ്പമാണ്, കാരണം D ഡയഗണലാണ്. ഡയഗണൽ മെട്രിക്സിൻ്റെ പവർ കാണാൻ അതിൻ്റെ ഡയഗണൽ എൻട്രീസ് മാത്രം പവർ ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ.